കർത്തായുടെ തന്നെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികൾക്ക് ട്രാൻസ്പോർട്ടേഷൻ സർവീസസിന്റെ ഭാഗമായിട്ട് CMRൽ നിന്ന് ഒരു 91 കോടി രൂപ കൊടുത്തതായിട്ടുള്ള മറ്റൊരു ആരോപണം കൂടി ഉണ്ട് എന്ന്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടക്കുമ്പോൾ അത്തരത്തിലുള്ള ഫേക്ക് എക്സ്പെൻസസിൽ ഒരു ഭാഗം മുഖ്യമന്ത്രിയായിരുന്ന ഒരാളിന്റെ മകൾക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം തെളിവുകൾ പുറത്തു വന്നിരിക്കുന്ന സമയത്ത് അതിൽ അന്വേഷണം നടത്തുന്ന സമയത്ത് അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നും CPM-നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നും ഞങ്ങൾ സംഘപരിവാരത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന്റെ മരുമകൻ പറയുകയും ഒക്കെ ചെയ്യുന്നത് കൂട്ടി വായിക്കുമ്പോൾ അതിലൊന്നും ഒരു സെൻസുമില്ല. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണ്. ഇതിന്റെ മറ്റു വശങ്ങളിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കത്തി കയറുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മത്തി കീറുന്നതിനെ കുറിച്ചാണ് അയാൾ പറയുന്നത്. സർ, ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഫ്രസ്ട്രേഷനാണ് അവർ കാണിച്ചിരിക്കുന്ന നിയമത്തിനെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി, തെരുവുകളെ സംഘർഷഭരിതമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് മട്ടിൽ അത് തെളിയിക്കുകയായിരുന്നു CPM ചെയ്തത്. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. വെമ്പായൻ നസീർ, ഇവിടെ കൃത്യമായിട്ട് ഒരു അന്വേഷണം നടക്കുമ്പോൾ, അത് കോടതിയുടെ അനുമതിയോടുകൂടി ഈ അന്വേഷണം നടക്കുമ്പോൾ എന്തിനാണ് ഇതിനെ CPM തെരുവിൽ നേരിടുന്നത്? എന്ത് പ്രഹസനമാണ് സജി. ഇപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും ഈ റെയ്ഡിൽ എന്താണ് കണ്ടെത്തിയതെന്ന്. ഇവിടെ ED ഉദ്ദേശിച്ച കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അവർ നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, രേഖകൾ കിട്ടിയിട്ടുണ്ട്. അതവർ പരിശോധിക്കും, വിലയിരുത്തും, തുടർന്ന് അടുത്ത നടപടികളിലേക്ക് പോവുകയും ചെയ്യും. അതിനെന്തിനാണ് ED ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ട്, അവരെ തെരുവിൽ നേരിട്ടുകൊണ്ട്, അവരെ കല്ലെറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത്? വികലമായ രീതിയിലാണ് CPM-ന്റെ ഇന്നത്തെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. ഇന്ന് നടന്ന ഈ ED അന്വേഷണം സത്യത്തിൽ 10 വർഷം ഇദ്ദേഹം മുഖ്യമന്ത്രിയായി ഈ കേരളം ഭരിച്ചപ്പോൾ ഇതുവരെ വരാത്ത EDയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം ഇപ്പോൾ അദ്ദേഹം ഭരണം നഷ്ടമായപ്പോൾ, പ്രതിപക്ഷത്തായപ്പോൾ ഒരു വേട്ടയാടുന്നത് പോലെ ചാടി വീഴുകയല്ലേ ചെയ്യുന്നത്? ഇന്നലെയാണ് കോടതി അത് വെക്കേറ്റ് ചെയ്തത്. അല്ല, കോടതിയിൽ നിന്ന് അനുമതി കിട്ടിയത് ഇന്നലെയാണ്. പിന്നെ ED കാത്തിരിക്കണോ? പിന്നെ കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. ഈ എക്സാലോജിക് കമ്പനി ആരെ ഉടമസ്ഥയിലുള്ള? വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ളതാണ്. തന്റെ തലയിൽ എന്താണോ? എന്റെ തലയിൽ എന്താ? ഇതുപോലെ കുറെ മക്കുണാപ്പന്മാരാണല്ലോ എന്റെ സർക്കിളിലുള്ളത്. ഈ SFIO ഈ കേന്ദ്ര ഏജൻസിയുടെ കീഴിലാണിത്. കേന്ദ്ര ഏജൻസി SFIO എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിന്റെ അവരുടെ ആജ്ഞാനുവർത്തികളായ, അവരുടെ വിനയദാസന്മാരായ ഉദ്യോഗസ്ഥർ നയിക്കുന്ന ഒരു അന്വേഷണ കമ്മീഷനാണ് SFIO. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അത് നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഏജൻസിയാണ്. അതിനുള്ള വ്യക്തമല്ലേ വേട്ടയാടുന്നതെന്നുള്ള കാര്യം? ഈ SFIO നേരത്തെ അന്വേഷിച്ചിട്ട് ഇതിലൊരു തെളിവില്ലാതെ കളഞ്ഞ കേസാണ് ഈ കേസ്. ഇല്ല, കളഞ്ഞിട്ടൊന്നുമില്ല. SFIO കണ്ടെത്തിയിരിക്കുന്നത് ഈ പറയുന്ന പോലെ സേവനം നൽകാതെയാണ് ഇത്രയും തുക കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അത് ഓരോ മാസവും 5 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ വീണ വിജയനും 3 ലക്ഷം രൂപ വീതം എക്സാലോജിക്കും കൈപ്പറ്റിയിരിക്കുന്നു 17 മുതൽ 20 വരെ, 2017 മുതൽ 20 വരെ. ഇത് SFIO കണ്ടെത്തിയ കാര്യമാണ്, തള്ളിക്കളഞ്ഞിട്ടൊന്നും. ഈ വേലത്തരൊന്നും എന്നോട് വേണ്ട ചേട്ടൻ, എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട്. EDയുടെ അന്വേഷണം അതിന് ചുവട് പിടിച്ചാണ് നടക്കുന്നത്. മണി ലോണ്ടറിംഗ് ആണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഈ SFIO എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസി, അതായത് കേന്ദ്രത്തിന് വേണ്ടിയിട്ട് അവർ പറയുന്ന, അവർ ചാടിക്കളിക്കട കൊച്ചിരാമ, ചാടിക്കളി കുഞ്ഞിരാമ എന്ന് പറയുന്നത് പോലെ കേന്ദ്രത്തിന് അവരുടെ ആജ്ഞാനുവർത്തികളായ ഉദ്യോഗസ്ഥർ നയിക്കുന്ന ഒരു വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ നയിക്കുന്നതാണ് SFIO ഉദ്യോഗസ്ഥന്മാർ. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. അവര് ഏതൊരു കമ്പനിയും ജസ്റ്റ് ഒന്ന് പരാതി കൊടുത്താൽ SFIO അന്വേഷിക്കും. പക്ഷെ ഇവിടെ ഈ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനെ തകർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വേട്ടയാടലാണ്, രാഷ്ട്രീയ പകപോക്കലാണ്, രാഷ്ട്രീയ വേട്ടയാടലാണ്. 10 വർഷം കേരളം ഭരിച്ച ഈ മുഖ്യമന്ത്രി ഭരണം നഷ്ടപ്പെട്ടിട്ട് ഒരാഴ്ച ആയില്ല.
ഒരേ ഒരാഴ്ചയിൽ അതിനു മുമ്പ് ഇതാ എന്താണ് കേന്ദ്രത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ SFI പോലുള്ള അന്വേഷണ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് പിണറായി അങ്ങ് ഇത് 2024-ൽ പിണറായിയെ തളർത്തുന്ന കാര്യമല്ല, പിണറായി തളർന്നിരിക്കുന്ന സമയം തന്നെയാണിത് രാഷ്ട്രീയമായി. ഈ 2024-ൽ SFIO ED അന്വേഷണം തുടങ്ങിയതാണ്. പിന്നീടുള്ള നിയമ നടപടികളിൽ കാര്യങ്ങൾ പോവുകയായിരുന്നു. ഈ പറയുന്ന CMRL കോടതിയിൽ പോയി അങ്ങനെ അവർ അനുകൂലമായ വിധി സമ്പാദിച്ച് ഇത് ഫ്രീസ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ എന്ന്. അപ്പോൾ ഉടനെ അന്വേഷണം വന്നു, റെയ്ഡ് വന്നു. അതിലെന്ത് രാഷ്ട്രീയ വേട്ടയാടലാണ് വരുന്നത്? പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. മറ്റൊരു കാര്യം, ഈ VD സതീശൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു റെയ്ഡ് വന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധം തീർക്കുന്ന CPM നേതാക്കളെ കണ്ടു. ആരെ വിശ്വസിപ്പിക്കാനാണ് ഇത്രയും കാര്യങ്ങൾ? നല്ലതായി കാണിക്കാനാണ് ഈ പെടാപ്പാട് പെടുന്നെങ്കിൽ നിനക്ക് തെറ്റി. അതിന് ആവശ്യമൊന്നുമില്ല. മുഖ്യമന്ത്രി ഇപ്പൊ ഡൽഹിയിലാണ്, തിരിച്ചു വന്നാന്നറിയില്ല. ഇപ്പൊ ഡൽഹിയിലാണ്. അപ്പൊ എന്തൊക്കെയോ ചെയ്യുന്ന നടന്നുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ഇപ്പൊ കാണുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനായ പ്രധാനമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ട് അര മണിക്കൂർ തികഞ്ഞില്ല. മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇതുപോലെ ED വരുന്നു, ഇരച്ച് കയറുന്നു, ബഹളമുണ്ടാക്കുന്നു. 10-75 വയസ്സായ ഒരു മനുഷ്യനെ എത്ര നേരം ഇവിടെ തടഞ്ഞു വെച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ക്വസ്റ്റ്യൻ ചെയ്യും. നേരത്തെ കളഞ്ഞിട്ട് പോയതല്ലേ? നേരത്തെ കളഞ്ഞിട്ട് പോയതല്ലേ? ഇതിനകത്ത് ഒരു കളഞ്ഞിട്ട് പോയല്ലോ. താങ്കൾ ഇത്ര നേരം ഞാൻ കാറിലിരിക്കുകയായിരുന്നു. അതല്ല, കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കുക. ഭാഗമായി നടപടിക്രമങ്ങളുടെ ഭാഗമായി വന്നതാണെന്ന് തന്നെ ഇപ്പോൾ പറയാമില്ലേ? കാരണം ഇന്നലെ ഹൈക്കോടതി അനുമതി കൊടുത്തു. അതോടുകൂടി EDയുടെ അന്വേഷണം. അല്ലാതെ ഈ ഘട്ടത്തിൽ ഒരു പൊളിറ്റിക്കൽ വെൻഡേറ്റ, രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടൽ, അതേക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അബ്സല്യൂട്ട്ലി ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ശ്രീ വെമ്പായ നസീർ സമ്മതിക്കില്ല. നമുക്കൊക്കെ തോന്നുന്നത് അവന് തോന്നുന്നില്ല. ഒരു സെക്കൻഡ്, ഒരു കാര്യം കൂടി പറയാം. ECIR എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, അത് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അവർ 2024 മാർച്ച് ഉൾപ്പെടെ അവർ സമൻസ് ഇഷ്യൂ ചെയ്തിരുന്നതാണ്. പക്ഷെ ആ സമയത്ത് തന്നെ CMRL കോടതിയിൽ പോയിരുന്നു. ആ സമയത്ത് തന്നെ അത് പോയിരുന്നു. അന്ന് ഉണ്ടായിരുന്ന സ്റ്റേ ആണ് ഇപ്പൊ 2 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ഇതാണ് കേസിന്റെ നാൾ വഴി. ഞാൻ താമസിക്കൂല. എന്റെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കൾ, അവര് ഇടതുപക്ഷ തീർത്തും അടിവരയിട്ട് പറയും, ഇടതുപക്ഷ വിരുദ്ധർ തന്നെയാണ്. BJP സഹയാത്രി എന്ന് പറയുന്നതിൽ എനിക്ക് മടിയില്ല. ബഹുമാന്യരായ ഏറ്റവും കൂടുതൽ BJPയുടെ കടുത്ത അതൊക്കെ വർത്താനത്തിൽ അറിയാം. BJP അങ്ങനെയാണെന്ന് വർത്താനത്തിൽ അങ്ങനെ പറയണ്ട മഞ്ജുഷ, അങ്ങനെ പറയണ്ട. BJP സഹയാത്രികരും ഇടതുപക്ഷ കടുത്ത വിരുദ്ധരുമായ എൻ്റെ ബഹുമാനിയ സുഹൃത്തുക്കൾ, അവർ കക്കമണി തന്നെ മുള്ള മുതൽ മൂർക്കം പാമ്പ് വരെ ചാടി ഇറങ്ങിയിരിക്കുകയാണ്. പിണറായിക്ക് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ഇവരൊക്കെ 10 വർഷം ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇവരൊന്നും ഇങ്ങനെ കൈ ചൂണ്ടി മുഖ്യമന്ത്രി സംസാരിക്കുമായിരുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ മുള്ള മുതൽ മൂർക്കം പാമ്പ് വരെ കേരളത്തിൽ നിന്ന് തലസ്ഥാനത്ത് വരെ ചാടി ഇറങ്ങി ഇദ്ദേഹത്തിനെതിരെ. ഇന്ന് കണ്ടിലെ ജനങ്ങളാണ് ഇദ്ദേഹത്തിന് വേണ്ടി പ്രതിരോധം തീർത്തുകൊണ്ട് പിണറായി വിജയൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയത്. എനിക്ക് ഇങ്ങോട്ട് കണക്കൂട്ടത്തത് ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല. റോഡ് മൊത്തം ബ്ലോക്ക്. ജനങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. സംഭവം തോറ്റ്, ഇടതുപക്ഷം തോറ്റ്, സമ്മതിച്ചു, തോറ്റുപോയി. നാരായണത്ത് പ്രാന്തന് 2ാം ജന്മം. ഇവനെ അപേക്ഷിച്ച് നോക്കുമ്പോ നാരായണത്ത് പ്രാന്തന് എത്ര ഡീസന്റ്. 35-ലെത്തി, സമ്മതിച്ചു, ഇടതുപക്ഷം തോറ്റുപോയി. ഒന്ന് അടങ്ങിയിരിക്കും സാറേ എന്ന് പറയും. ഇടതുപക്ഷത്തെ കൊത്തി വലിച്ചു കീറാനും ഇടതുപക്ഷത്തെ തറയിട്ട് ചവിട്ടി മതിക്കാനും വിട്ടു തരില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ റോട്ടിലിറങ്ങിയിരിക്കുകയാണ്. നീ കഥയെ സിനിമാക്കാർക്ക് കൊടുക്ക്, 8 നില പൊട്ടും. പിണറായി വിജയനെ ഒന്ന് രോമത്തിൽ പോലും തൊടാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് പറഞ്ഞിറങ്ങിയത് ഇടതുപക്ഷ ആൾക്കാർ മാത്രമല്ല, CPIM-ന്റെ ആൾക്കാർ മാത്രമല്ല, LDF-ന്റെ ആൾക്കാർ മാത്രം, ജനങ്ങളാണ് സാർ. ജനങ്ങളാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് ഇന്ന് ED എന്ന് അന്വേഷണം നടത്തി വല്ലതും കിട്ടിയോ? പിണറായി പറഞ്ഞു
ED ഉദ്യോഗസ്ഥർ പറഞ്ഞു കിട്ടിയോ ഒന്നും എഴുതി വെച്ചിട്ട് വേണം പിണറായി വിജയൻ പേപ്പർ ഇട്ടെടുത്തിട്ട് പറഞ്ഞു എന്റെ വീട്ടിൽ വന്നിട്ട് അതെവിടെയാണ് നസീർ പറയട്ടെ എന്തൊക്കെ സേവനങ്ങളാണ് വീണയുടെ കമ്പനി എന്റെ ശ്രീജിത്ത് പണിക്കർ സാറേ എന്തെങ്കിലും കിട്ടിയോ പിണറായി വിജയന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹത്തിനെതിരെ ആ സേവനം എന്താണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ. വീണ വിജയൻ CMRL കൊടുത്ത സേവനം എന്താണ്? ഒന്നും കിട്ടിയില്ല. അതാണ് പിണറായി വിജയൻ ഇന്ന് ശക്തനായി ഭരണമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ അയ്യോ നിനക്ക് എന്താണ് ഭരണമില്ലാത്ത പ്രതിപക്ഷ മുഖ്യമന്ത്രി വിജയനാണെന്ന് നല്ല നെഞ്ച് വിരിച്ചു നിന്നുകൊണ്ട് പത്രക്കാരെ മുമ്പ് അഭിമുഖിച്ചുകൊണ്ട് പറഞ്ഞു വല്ലതും കിട്ടിയോ? പറയുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് റെയ്ഡ് എന്ന് പറയുന്നത്. ശ്രീ വെമ്പായം നസീർ ഈ ഒച്ചത് കുറച്ച് കുറക്കാൻ പറ്റുമോ? ഏതോച്ചാ ഈ സംസാരത്തിന്റെ ഒച്ച. നാളെ ശ്രീ പിണറായി വിജയനെ ED കോർട്ട് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനായിട്ട് വിടുകയാണെങ്കിൽ പോലും അതിൽ നിർണായകമാകാൻ സാധ്യതയുള്ള, ഞാൻ പിണറായി വിജയൻ എന്ന് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ മകളെ കുറ്റവിമുക്തയായിട്ട് വിടുകയാണ് എങ്കിൽ പോലും അതിൽ ഏറ്റവും നിർണായകമാകുന്ന ഒരു കാര്യം തെളിവ് ഒന്നും തന്നെ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ റെയ്ഡിൽ ഒന്നും പിടിച്ചെടുത്തിട്ടില്ല എങ്കിൽ അത് അവർക്ക് ഗുണപരമായിട്ട് വരികയുള്ളൂ. നേരെ മറിച്ച് അവരുടെ അവിടെ റെയ്ഡ് നടക്കാനേ പാടില്ല എന്ന് താങ്കൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നില്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? പൊട്ടന്ന ലോക പൊട്ടനാണ്. റെയ്ഡ് നടക്കുന്നല്ല ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് സംഘപരിവാറിന്റെ കണ്ണിലെ ഏറ്റവും വലിയ കാരണം മുഖ്യ ശത്രുവാണ് ഇടതുപക്ഷമാണ്. സാമ്പത്തിക ഉപരോധം സാറിന് അറിയാലോ സാർ. സാമ്പത്തിക ശ്വാസം മുട്ടിച്ചവരാണ് ഈ കേന്ദ്ര സർക്കാർ. സാർ ഒരു മിനിറ്റ്, മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ മകളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കേസ് വന്നാൽ റെയ്ഡ് വേണ്ട എന്നൊരു അഭിപ്രായം ശ്രീ നസീറിനുണ്ടോ? ഒറ്റ സെക്കൻഡ് സാർ, ഇതിന് മറുപടി പറയൂ. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നാൽ അവിടെ ED റെയ്ഡ് ചെയ്യാൻ പാടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. ഫിക്സ് എടാ എൽദോ ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഒറ്റ സെക്കൻഡ്. ഈ കുടുംബത്തെ അല്ല പിന്നെ ഒരു കാര്യം കൂടി, ED ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞ് ഓടിക്കണമെന്നുള്ള കാര്യം അങ്ങനെയുണ്ടോ? അല്ല കല്ലെറിഞ്ഞതിനെ താങ്കൾ എന്തുകൊണ്ട് അപലപിക്കുന്നില്ല? ഒറ്റ സെക്കൻഡ് ഞാൻ പറഞ്ഞുതരാം. ഈ കുടുംബത്തെ ഒരു വനിതയും ഉണ്ടായിരുന്നു. മഞ്ജുഷ ഒരു മിനിറ്റ്. ഈ കുടുംബത്തെ വേട്ടയാടുന്ന ഇന്നലെയല്ല മകന്റെ പേരിൽ, ഈ വിവേകം എന്ന് പറഞ്ഞ പിണറായിയുടെ മകന്റെ പേരിൽ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞ് ഇതുപോലെ അന്വേഷണത്തിൽ എന്തായി? ഒരു അന്വേഷണത്തെയും ഭയക്കുന്നില്ല. അന്വേഷണത്തിന്റെ ചോദ്യമേ ഉള്ളൂ. ശ്രീ നസീർ 2 ചോദ്യം മാത്രമേ ഉള്ളൂ. അത് താങ്കൾ ഒന്ന് കേട്ടിട്ട് മറുപടി പറയണം. ആ 2 ചോദ്യം. ഒന്ന്, വീണ വിജയനെതിരെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ ED അവരുടെ വീട്ടിൽ റെയ്ഡ് ചെയ്യണ്ട എന്നാണോ താങ്കളുടെ അഭിപ്രായം? 2, വീണ വിജയൻ CMRL കൊടുത്ത സേവനങ്ങൾ എന്താണ്? അത് മറുപടി പറഞ്ഞാൽ മതി. മറുപടി പറയണ സാർ. ഈ SFIO ആരാണ് നിയന്ത്രിക്കുന്നത് അറിയാം സാർ? BJPയുടെ കയ്യിൽ. ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എന്താണ്? സമാധാനം പറഞ്ഞാൽ മതി. ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ഇച്ചിരി തിരക്കുണ്ട്. കണ്ടെടുത്തോ? അതുകൊണ്ടാണോ കല്ലെറിഞ്ഞത്? അല്ല, കല്ലെറിഞ്ഞത് CPIMന്റെ ആൾക്കാരല്ല. പിന്നെ ആരാണ്? അതിൽ നുഴഞ്ഞു കയറിയ മറ്റാരാണ്? നേതാക്കൾ അവിടെ നിൽക്കുമ്പോൾ നുഴഞ്ഞു കയറണമെന്നുണ്ടെങ്കിൽ വല്ലാത്ത തൊലിക്കെട്ട് തന്നെയാണ്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ? കമ്മിറ്റിയുടെ ആൾക്കാരൊക്കെ ഇല്ലേ? ജനങ്ങൾ ഒറ്റ സെക്കൻഡ്. ജനങ്ങൾ ഈ പിണറായി വിജയനെ എത്രത്തോളം സ്നേഹിക്കുന്ന തെളിവാണ് ഇന്ന് ജനം റോട്ടിലിറങ്ങിയത്. സ്നേഹം കൂടുന്നുണ്ട്. ഇന്ന് റോട്ടിലിറങ്ങിയത് പോലീസുകാരുടെ ഹെൽമെറ്റും വലിച്ചെറിഞ്ഞ് കണ്ണൂർ കണ്ടില്ലേ? എന്തൊരു ചളിയാടോ, ചളിവാരിയൊക്കെ തെറിപ്പിക്കുവോ, പൊത്തുവോ? പക്ഷെ ആൾക്കാരെ ജനങ്ങളെ റോട്ടിലിറങ്ങിയ സംഭവം തോറ്റുപോയി. മുഖ്യമന്ത്രി ഭരണമില്ല. പക്ഷേ
നിങ്ങൾ രാഷ്ട്രീയമായി പക പോക്കൽ നടത്തുകയാണ്. പിണറായി വിജയൻ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് അല്ല, അതിന് ജസ്റ്റിസ് സി ടി രവി ഉണ്ടോ? ഇന്നലെ ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹം ഇതിലുണ്ടോ? ഭരണം മാറിയപ്പോഴത്തേക്ക് എന്നാ പിന്നെ അങ്ങനെ ചെയ്യട്ടെന്ന് കരുതി. പിണറായി വിജയൻ നിങ്ങളെ വേട്ടയാടി, അദ്ദേഹത്തിന്റെ ഭാര്യ വേട്ടയാടി, അദ്ദേഹത്തിന്റെ മകളെ തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. അതൊക്കെ മരിമോൻ, നിങ്ങൾ മരിമോൻ എന്ന മുഹമ്മദ് റിയാസിനെ വേട്ടയാടിയില്ലേ? ഈ കുടുംബത്തെ എത്ര നാള് മുതൽ സാറേ നിങ്ങൾ വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഈ കേന്ദ്ര സർക്കാർ ഏജൻസികളെ വെച്ചുകൊണ്ട് ശരി, മറ്റുള്ളവരുണ്ട്. കോളടിച്ചില്ലേ? സന്തോഷമായല്ലോ. ആ പോട്ടെ.